ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മനോരമ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോ സ്വിഗ്ഗി ഓർഡറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഏതാണ് എൻ്റെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ ഇവിടെ കോളേജൊക്കെ ചേർന്നവർക്കും എറണാകുളത്ത് ഏത് ജോബ് ചെയ്താൽ കുറച്ചുകൂടി ഇൻകം കൂടുതലൊക്കെ കിട്ടാന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഓടുന്നത് പൾസർ 180-ലാണ്. അപ്പോൾ എനിക്കിതിലൊരു ഏകദേശം 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ ഒരു 40-45 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം പാർട്ട് ടൈം ആയിട്ട് ഓടുമ്പോൾ ഇപ്പോൾ സ്വിഗ്ഗിയിലാവുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 260 രൂപ പെട്രോൾ തന്നെ ഉണ്ട്. ഇതാണ് സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ബാഗ് വന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് തോന്നിയത് സൊമാറ്റോയുടെ ബാഗാണ്. സ്വിഗ്ഗിയുടെ ബാഗ് പെട്ടെന്നൊരു എന്താ പറയുക, ആ ക്വാളിറ്റി കുറവുണ്ട്. പേ ഔട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോയിലാവുമ്പോൾ നമുക്ക് വീക്കിലാണ് പേ ഔട്ട് കിട്ടുന്നത്. ഈ ഒരാഴ്ച വർക്ക് ചെയ്ത എമൗണ്ട് നമുക്ക് വീക്കിലേ കിട്ടത്തുള്ളൂ. സ്വിഗ്ഗിയിലാവുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. സ്വിഗ്ഗിയിൽ നമുക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഓടിക്കഴിഞ്ഞാൽ നാളെ കിട്ടും. അങ്ങനെ ഡെയിലിയാണ് നമുക്ക് കിട്ടുന്നത്. സാറ്റർഡേ മാത്രം നമുക്ക് മൺഡേ കിട്ടുള്ളൂ. പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുമ്പോൾ സ്വിഗ്ഗിയിലാവുമ്പോൾ 1250 രൂപയാണ് എനിക്ക് ജോയിനിങ് ഫീ വന്നത്. സൊമാറ്റോയിൽ 1000 സംതിങ് ആണ് വന്നത്. ടീഷർട്ടിൻ്റെ ബാഗിൻ്റെ ഒക്കെ കൂടി. അപ്പോൾ സൊമാറ്റോയിൽ എക്സ്ട്രാ നമ്മളിപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ ഒരു റെയിൻ കോട്ടും കൂടി എക്സ്ട്രാ കിട്ടും. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ രീതിയിൽ തോന്നിയിരിക്കണം പാർട്ട് ടൈം ആയിട്ട് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പാർട്ട് ടൈം സ്വിഗ്ഗിയിൽ ഓടുന്നത് 6 to 10 വരെയാണ്. 4 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 1000 രൂപ കിട്ടും പെട്രോൾ കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്ക് സൊമാറ്റോനേലും കുറച്ചുകൂടി സ്വിഗ്ഗിയാണ് തോന്നിയത്. പക്ഷേ സൊമാറ്റോ ബാഡാണെന്നുള്ള രീതിയിലല്ല പറയണത്. സൊമാറ്റോക്ക് ഡെയിലി ഇൻസെൻറ്റീവ് കുറച്ച് കുറവാണ്. സ്വിഗ്ഗിയിൽ ഡെയിലി ഇൻസെൻറ്റീവ് ഉണ്ട്. വീക്കിലി ഇൻസെൻറ്റീവാണ് സൊമാറ്റോയിൽ കൂടുതലുള്ളത്. പിന്നെ സൊമാറ്റോയിലാവുമ്പോൾ നമുക്ക് ഗിഗ് ബുക്ക് ചെയ്ത് വേണം ഓടാൻ വേണ്ടി. ഇതിലാവുമ്പോൾ നമുക്ക് ഏത് നേരം വേണമെങ്കിലും ലോഗിൻ ചെയ്ത് ഓടാം. സൊമാറ്റോയിൽ അങ്ങനെ പറ്റില്ല. നമ്മൾ ബുക്ക് ചെയ്ത് ഓടാം. നമുക്ക് നമ്മുടെ ടൈം ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ കുറച്ച്. പിന്നെ ഇതിൻ്റെ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡെലിവറിക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സൊമാറ്റോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊമാറ്റോയിൽ വരുന്നത് നമുക്ക് ട്രാവൽ എക്സ്പെൻസ് കുറച്ച് കൂടുതൽ കിട്ടും. സ്വിഗ്ഗിയിലാവുമ്പോൾ അത് കുറച്ച് കുറവാണ്. പിന്നെ റെയിൻ ഇൻസെൻറ്റീവ് എന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പ്രിഫറായിട്ട് വന്നേക്കുന്നത് പെട്ടെന്ന് കിട്ടുന്നത് സ്വിഗ്ഗിയിലാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്വിഗ്ഗി ആയാലും സൊമാറ്റോയിലും പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സ്വിഗ്ഗിയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലോഗ് ഞാൻ എന്തായാലും കുറച്ചൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പാലക്കാട് പഠിക്കുകയാണ്. അപ്പോൾ വീക്കെൻഡ് വരുമ്പോഴാണ് ഞാൻ ഓടുന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നുള്ളത് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഓരോരോ ജില്ലയിൽ ഓരോരോ റേറ്റാണ് ലോഗിൻ റേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻസെൻറ്റീവ്സ് ആയാലും ലോഗിൻ ബോണസ് ആയാലും എല്ലാത്തിനും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുതിയ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ്. ഇറ്റ്സ് മീ ഫേബി സൈനിങ് ഔട്ട്.